ഹായ് ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ നമ്മുടെ ഹസ്കി ഡോഗിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഹസ്കി ഡോഗിനെ എവിടുന്നാണ് വാങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹസ്കി ഡോഗിൽ എത്തിച്ചേർന്നത്, അതുപോലെ തന്നെ ഡോഗിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഷെയർ ചെയ്യുന്നത്. വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡോഗിനെ വാങ്ങണം എന്നുള്ളത്, ഒരു ഹസ്കീനെ വാങ്ങണം എന്നുള്ളത്. ഹസ്കി അല്ലെങ്കിൽ ഗോൾഡൻ റിട്രീവർ എന്ന രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് മെയിനായിട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ കിട്ടും എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഞങ്ങൾക്ക് നിൽപ്പുണ്ടായിരുന്നു. അവിടെ പോയി അന്വേഷിക്കണം, എവിടെ നിന്ന് പോയി വാങ്ങണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഓപ്പൺ സൂക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡോഗ് സെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് പോയി വെറുതെ സെർച്ച് ചെയ്ത് നോക്കി. കുറച്ച് ഹസ്കി പപ്പീസിനെയൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടതിന്റെ ഫലമായിട്ട് ജസ്റ്റ് ഒന്ന് പോയി എൻക്വയറി ചെയ്ത് കളയാമെന്ന് കരുതി. അപ്പോൾ അതിൽ തന്നെ ഇവർ നമ്മൾ OLX-ലൊക്കെ സെയിൽസിന് വെക്കുന്ന പോലെയാണ്. ഇവർ ഓൾറെഡി പപ്പീൻ്റെ പിക്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പപ്പിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, ഓണറിന്റെ കോൺടാക്ട് നമ്പറോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്കത് അവരെ കോൺടാക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി ഹസ്കി ഡോഗിനെ വാങ്ങിയത്. ഓപ്പൺ സൂക്ക് വഴിയാണ്. ഒരു ഡോഗിനെ വാങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് നമ്മൾ ഡോഗിനെ വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത്? ഒന്ന് പീപ്പാഡാണ്. പാഡ് എന്ന് പറയുമ്പോൾ അവർക്ക് പീ ചെയ്യാനും അല്ലെങ്കിൽ പോട്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പീപ്പാഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം അവർ പീ ചെയ്യും, അതുപോലെ തന്നെ പൂപ്പ് ചെയ്യും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം, നമുക്ക് പോട്ടി ട്രെയിനിങ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനം വേണം. ഈ പോട്ടി ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പീപ്പാഡ് വാങ്ങുക. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിലുള്ള മാറ്റൊക്കെ ഉണ്ടാവില്ലേ, കാർപ്പറ്റ്, അതെല്ലാം എടുത്ത് മാറ്റിയിടുക. അല്ലെങ്കിൽ ഈ ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് പീ ചെയ്ത് കളയും. അതുകൊണ്ട് പീ പാഡ് കയ്യിൽ കരുതുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതാവുന്നത് അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബെഡ് അല്ലെങ്കിൽ ഒരു മാറ്റ് നമ്മൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ലൈ ഡൗൺ ചെയ്യാൻ വേണ്ടി ഡോഗ്സിനൊക്കെ ഒരു പ്രത്യേകമായിട്ട് ഒരു പ്ലേസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു മാറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ബെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പപ്പീസിനൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യൂബിൾസോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പ്രോസസ്ഡ് ഫുഡ്, ക്യൂബിൾസ് പോലുള്ള പ്രോസസ്ഡ് ഫുഡ് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന അതുപോലെ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതേണ്ട ഒന്നാണ് ലീഷ്. നമ്മൾ ഡോഗിനൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴൊക്കെ ഓടിപ്പോവാതിരിക്കാനും അതുപോലെ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലീഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലീഷ് വാങ്ങിയാൽ അത് വളരെ നല്ലതാണ്. അത് നിർബന്ധമായും നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ഡോഗിനെ കൊണ്ട് വോക്ക് ചെയ്യാൻ പോകണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നടക്കാനൊക്കെ പോകണം, അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊരു ലീഷ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബ്രെയിനിന് സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് കയ്യിൽ കരുതുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ടോയ്സ് ഒക്കെ ഡോഗ്സിന് വളരെ ഇഷ്ടമാണ്. അവർക്ക് കളിക്കാനും അതുപോലെ കളിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറച്ച് ടോയ്സ് കയ്യിൽ കരുതുന്നത്, ഇവരുടെ ബ്രെയിൻ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലത്തെ ടോയ്സ് കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ ഡോഗ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മുടെ ടെമുവിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എന്നുള്ളത് 1 by 1 ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓക്കെ, ചെറിയ നമുക്ക് കോംബോ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇത്. കണ്ടോ, നമുക്ക് എക്സ്ട്രാ പൂളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഫ്ലഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും, ഇതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങി കിട്ടും. അപ്പോൾ നമുക്കത് ഈസിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതൊരു ഈ പറയുന്ന സീലറാണ്. നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സംഭവം. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കി സീൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സീലായിക്കോളും. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടണം, എന്നാലും വർക്കാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ പെറ്റ് ഗ്രൂമിങ് കിറ്റാണ്. ഇങ്ങനെ വായിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അതിലിതാണ് അതിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് അതിൻ്റെ ക്ലിപ്സാണ്. ഒരു ചെറിയ ചാർജർ വന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിനി ഗ്രൂം ചെയ്യാവുന്നതാണ്. ബെല്ലാണ്, നമുക്ക് ബെല്ലടിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇതിൻ്റെ വർക്കിംഗ് ഒന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം സംഭവം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കലാപരിപാടി. സംഭവം കൊള്ളാം. റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ
കേൾപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. ഞാനിത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇതാണ് ഐറ്റം. 4 ഉണ്ട്. നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഈ ഐറ്റത്തിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത ഐറ്റം ഇങ്ങനെ കേൾക്കും. അപ്പം അതേപ്പറ്റി ചെക്കിയാൽ മതി. ഇങ്ങനെ എളുപ്പമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇനത്തിലുള്ള പട്ടികളൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അല്ലെങ്കിൽ ഇവർ മെയിനായിട്ട് വോക്കലാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോക്കലി സംസാരിക്കുകയാണ് ചെയ്യുന്നത്, ബാർക്ക് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വിചാരിച്ചു ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് ഓരോ വോയിസ് ഒക്കെ കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺവേ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. നെക്സ്റ്റ് വൺ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പീ പാഡ് പോലത്തെ ഒരു ഐറ്റമാണ്. അതായത് ഈ ഗ്രാസിൻ്റെ വെച്ചിട്ടാണ് ഇത് സംഭവം ചെയ്തിട്ടുള്ളത്. ഗ്രാസാണ് ഇത് ഐറ്റം. അപ്പോൾ ഈ ഒരു ഗ്രാസിൽ ഇവനെ കൊണ്ട് പേ ചെയ്യിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം. അവനിപ്പം പീ പാഡിൽ ട്രെയിൻഡായി. ബട്ട് ഇൻ കേസ് നമുക്കിപ്പം പീ പാഡൊക്കെ തീർന്നു പോവാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാസിൻ്റെ ഈ ഒരു മാറ്റ് എടുത്ത് ഇടാണെന്നുണ്ടെങ്കിൽ ഇതിലവന് പേ ചെയ്ത് ശീലിച്ചോളും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡോഗിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഐറ്റംസ്. തെമുവിൽ ഇതിനെല്ലാം റേറ്റ് കുറവാണ് പൊതുവെ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എല്ലാ പെറ്റ് ലവേഴ്സിനും ഹെൽപ്ഫുൾ ആകുന്ന, എല്ലാ പെറ്റ് പേരൻസിനും ഹെൽപ്ഫുൾ ആകുന്ന ഒരു കുട്ടി വീഡിയോ ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.